ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്ക് സുപരിചിതമായൊരു കാര്യമാണ് മൾട്ടി ടാസ്കിങ്. എന്താണ് മൾട്ടി ടാസ്കിങ്, ഇതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതോടൊപ്പം മറ്റൊന്നുകൂടി ചെയ്യുക, അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും പെട്ടെന്ന് മറ്റൊന്നിലേക്ക് മാറുക. ഇതിനെയാണ് നമ്മൾ സാധാരണ മൾട്ടി ടാസ്കിങ് എന്ന് പറയുക. ഉദാഹരണമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ കുക്ക് ചെയ്യുക, വാട്സാപ്പിൽ നോക്കിക്കൊണ്ട് പഠിക്കുക, ടി വി കാണുമ്പോൾ അസൈൻമെൻറ്റ്സ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ മൾട്ടി ടാസ്കിങ് ഒരു വളരെ ക്രെഡിറ്റാണ്, ഞാനൊരു മൾട്ടി ടാസ്കറാണ് എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എഫിഷ്യൻസി കൂടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. കൂടുതൽ ശ്രദ്ധ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയം സേവ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു ഉദാഹരണമാണ് യാത്ര ചെയ്യുമ്പോൾ. കാർ ഓടിക്കുമ്പോഴല്ല, യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ടെലിഫോണിൽ നോക്കുക, അസൈൻമെൻറ്റ്സ് വല്ലതും ചെയ്യുക. ഇതാണ് സമയലാഭത്തിൻ്റെ കാര്യം. രണ്ടാമത്തേത്, ഇത് ബ്രെയിനിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ കുറച്ചൊക്കെ വർദ്ധിപ്പിക്കാം. നമ്മൾ പറയില്ലേ, എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് ബലം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ബ്രെയിനിൻ്റെ ഒരു എക്സർസൈസായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. അങ്ങനെ വരുമ്പോൾ ബ്രെയിനിൻ്റെ അഡാപ്റ്റബിലിറ്റി കൂട്ടുന്നു. ഉദാഹരണമായിട്ടൊരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു നേഴ്സിന് 4-5 രോഗികളെ ഒരേ സമയത്ത് പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ നോക്കേണ്ടി വരാം. ആ സമയത്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്യപ്പെട്ട ആൾക്കാർക്ക് അതിൽ ഒരു ഫ്ലെക്സിബിലിറ്റിയും ബ്രെയിൻ സ്കില്ല് കുറച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ മൾട്ടി ടാസ്കിന് ധാരാളം ദോഷങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും, ശ്രദ്ധ കുറയ്ക്കും. അതുകൊണ്ട് എററുകളുടെ എണ്ണം കൂടും. 40% നമ്മുടെ എഫിഷ്യൻസി കുറയുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു ടാസ്കിൽ നിന്നും മറ്റൊരു ടാസ്കിലേക്ക് ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം. ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെയല്ല, ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഉദാഹരണമായിട്ട് നിങ്ങൾ കൈവിരൽ കൊണ്ട് മൂക്കിനറ്റുനിന്ന് തൊടുക. അപ്പോൾ കയ്യിലെ സ്പർശനവും മൂക്കിലെ സ്പർശനവും നമുക്ക് ഒരേ സമയത്ത് കണ്ടെത്താൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരു സമയത്ത് ബ്രെയിനിന് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം പഠിക്കുന്ന സമയത്ത് ഫോണിലെ അലർട്ട് അല്ലെങ്കിൽ ഫോൺ കോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠനം തീർച്ചയായിട്ടും കുറേ 40% നമ്മുടെ എഫിഷ്യൻസി കുറയുന്നു എന്നാണ് കാണുക. അതുകൊണ്ട് ഒന്നും നന്നായിട്ട് പഠിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തേത്, ഇത് സ്ട്രെസ്സ് ബേൺ ഔട്ട് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ബ്രെയിനിലെ ഫങ്ഷണൽ MRIയിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചേഞ്ചസ് ബ്രെയിനിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസായിട്ട് കോർട്ടിസോൾ വർദ്ധിക്കുക, നമ്മുടെ BP കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും. മെൻ്റൽ ഫാറ്റീഗാണ് ഏറ്റവും പ്രധാനം. നമുക്കൊരു ബേൺ ഔട്ട്, ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്താൽ മാറി ചെയ്ത് കഴിഞ്ഞാൽ ബേൺ ഔട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ക്വാളിറ്റിയെ തീർച്ചയായിട്ടും കോംപ്രമൈസ് ചെയ്യും. ഉദാഹരണമായിട്ടൊരു കാർ ഓടിക്കുന്ന സമയത്ത് മൊബൈലിൽ അറ്റൻഡ് ചെയ്യുകയോ വാട്സാപ്പ് നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ മദ്യം കഴിച്ച ഒരാൾക്കുണ്ടാകുന്ന ശ്രദ്ധക്കുറവിന് തുല്യമാണ്. ആയതിനാലാണ് ഇത് നിയമപരമായിട്ട് തന്നെ ഇത് പാടില്ല എന്ന് പറയുന്നത്. അപകട സാധ്യത വളരെ വർദ്ധിക്കുന്നത്. ശ്രദ്ധ കൂടുതൽ വേണ്ട കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതല്ല. ഇനി എങ്ങനെ മൾട്ടി ടാസ്കിങ്ങിനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് പ്രയോറിറ്റീസ് വേണം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ടൈം ഫിക്സ് ചെയ്യാം. ഉദാഹരണത്തിന് 20 മിനിറ്റ് പഠനത്തിന്, ആ സമയത്ത് ഫോണിലെ അലർട്ട് ഓൺ ചെയ്യാതിരിക്കുക, കമ്പ്യൂട്ടറിലാണെങ്കിൽ അലർട്ട് ഇല്ലാതിരിക്കുക. അതിനുവേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക. 2, ഇപ്പം മെയിൽ നോക്കാൻ അല്ലെങ്കിൽ വാട്സാപ്പ് നോക്കാൻ ഒരു ഫിക്സഡ് ടൈം വെക്കുക.
ആ സമയത്ത് നോക്കുക. അതില്ലാതെ ഓരോ സമയത്തും ഓരോരുത്തരുടെ ഫോണിൻ്റെ അലർട്ട് വരുന്നതനുസരിച്ച് വാട്സാപ്പും മൊബൈലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പല കോൺഫറൻസുകളിലും ശ്രദ്ധിക്കാതെ അതിനിടയ്ക്ക് മൊബൈൽ നോക്കുന്ന ആൾക്കാരെ സമയത്തോളം അവർ ആ ഡിസ്കഷനിൽ പറയുന്ന ഒരു കാര്യം തന്നെ മനസ്സിലാക്കുകയോ ഓർമ്മ വയ്ക്കുകയോ ചെയ്യില്ല. മൾട്ടി ടാസ്കിങ് എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു. അടുത്ത ദിവസം ഈ മൾട്ടി ടാസ്കിങ്ങിൽ എന്താണ് ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.